മുൻപത്തെ 600-ലധികം കുടുംബങ്ങളിൽ ഇന്ന് ക്രിസ്തുമസ് ദിനം അവർ ആഘോഷിക്കാനിരുന്നതാണ്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവർ ഇപ്പോഴും സമരരംഗത്താണ്. നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ അവിടെ വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇപ്പോൾ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ പ്രമുഖരൊക്കെ വരികയാണ്. കാരണം ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാവരും ഒന്നൊഴിയാതെ സമരരംഗത്തുള്ളപ്പോൾ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വവും വരികയാണ്. സർക്കാരിൻ്റെ ഇന്നത്തെ ഒരു നീക്കം കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം അവർക്ക് നികുതി അടയ്ക്കാം, അനുവദിക്കണമെന്ന നിലപാട് കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. ഇതോടുകൂടി അവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന ഒരു കാര്യം കൂടി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ 4-ാം തീയതിയാണ് അവിടെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ സിറ്റിംഗ് മുനമ്പത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ മുനമ്പം പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ടാവാനുള്ള സാധ്യത പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുനമ്പം ജനതയ്ക്കൊപ്പമാണെന്ന് സർക്കാരും ഭരണകക്ഷിയായ CPM ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് തൊട്ടടുത്ത സ്ഥലമാണ് മുനമ്പം. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ ഈ സമരപ്പന്തലിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. കാരണം ക്രിസ്തുമസ് ദിനം, പ്രത്യേകിച്ച് അവിടങ്ങളിലുള്ളവർ സ്ഥിരമായി അവരെ സംബന്ധിച്ച് ഏറ്റവും ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ്. പക്ഷേ ആ ദിവസം ഇന്ന് സമരപ്പന്തലിൽ ചെലവഴിക്കേണ്ടി വരുന്ന ദിവസമായിട്ടുണ്ട്. നമ്മൾ കണ്ടതുപോലെ എല്ലാവരും തങ്ങളുടെ കിടപ്പാടം സ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ഈ പ്രധാനപ്പെട്ട ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ച് സമരരംഗത്തുണ്ട് എന്നതാണ് സാഹചര്യം. എല്ലാവരും എല്ലാ വീട്ടിൽ നിന്നും ഉള്ളവർ സംഘടിച്ച് ആ സമരപ്പന്തലിൽ അവിടെ സജീവമായിട്ടുണ്ട്. അവിടെ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിച്ചേരും ഉടൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം സമരപ്പന്തലിലുണ്ട്. തങ്ങളുടെ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന് അവർ ഒരുങ്ങുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്ത് എന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. ക്രിസ്തുമസ് നാളിലും പ്രതിഷേധം എന്നതാണ് മുനമ്പം സമരപ്പന്തലിലെ ചിത്രം. അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും സമരപ്പന്തലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട്. DCC അധ്യക്ഷനടക്കമുള്ളവരുടെ സാന്നിധ്യം കൂടി അവിടെയുണ്ട്. ക്രിസ്തുമസ് ദിവസത്തിലും വലിയ പ്രതിഷേധവുമായി മുനമ്പം ജനത സംഘടിക്കുകയാണ്. ആ പ്രതിഷേധ കാഴ്ചകളാണ് കാണുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഈ നീക്കത്തോട് മുനമ്പം നിവാസികളുടെ പ്രതികരണവും പ്രതിപക്ഷത്തിൻ്റെ നീക്കവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആജ്ഞ രവീന്ദ്രൻ സമരപ്പന്തലിലുണ്ട്. ആജ്ഞ, എന്താണ് അവിടുത്തെ സാഹചര്യം? കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം അവിടെയുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവൊക്കെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, MP ഹൈബിയുണ്ട്, MLA അൻവർ സാദത്തുണ്ട്, എൽദോസ് കുന്നുപള്ളിയുണ്ട്. ചില MLA-മാരൊക്കെ, അതായത് ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ മുനമ്പം ജനതയുടെ തീരുമാനം എന്ന് വെച്ചാൽ ക്രിസ്മസ് ദിവസമാണ്. ദിവസം ആഘോഷിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അവർ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്നത്തെ ദിവസം ഒരു പ്രതിഷേധമോ മുദ്രാവാക്യം വിളിയോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള, അതായത് പ്രതിഷേധം ആണ്, പക്ഷെ അത് അങ്ങേയറ്റം സൈലന്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ പോവുകയാണ്. അതല്ലെങ്കിൽ അവർ കൂടുതൽ ആഘോഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അവർ പോവുകയാണ്. വൈകുന്നേരം പ്രത്യക്ഷ ജ്വാല തെളിയിക്കും. അത് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. പക്ഷേ ഈ ജനകീയ അത് സമിതിയുടെ മുന്നിൽ, അതായത് ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ക്രിസ്മസ് ദിനമായതുകൊണ്ടും മുനമ്പം ജനതയ്ക്ക് ആശ്വാസം എന്നുള്ള നിലയിലും ഒക്കെയാണ് കോൺഗ്രസ് നേതാക്കള് അവരെ സമീപിച്ചിരുന്നെങ്കിൽ പോലും അവരെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ പെട്ടെന്നുണ്ടായിരുന്നില്ല. രാവിലെ മുതൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ആരും ഇന്ന് മുഷ്ടി ചുരുട്ടില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ന് ഉറക്കെ ആരും മുദ്രാവാക്യം വിളിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. പാപത്തിലെന്നെ കൈവിടല്ലേ
മുഖം ഞാൻ ഏത് നോക്കാമെന്നാത്മനാഥ ഇന്ന് ഞാനേശുവേ നിന്നരികിൽ സൂര്യ തേജസ്സും നിൻമുഖം ഞാൻ ഏത് നാൾ കാണുമെന്നാത്മനാഥ ഏത് നാൾ കാണുമെന്നാത്മനാഥ. കേട്ട പാട്ടുകൾ മനോഹരം, കേൾക്കാനുള്ള അതിമനോഹരം. ബാബു കിഴക്കുവീട്ടലിന്റെ പാട്ട് കേട്ടപ്പോൾ തോന്നിയ വികാരം അതാണ്. ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ പാടാൻ അവസരം प्यार का इरादा है और